മഹാഗുരുശരണം. ഇന്ന് ഏപ്രിൽ 19 ശനീശ്വരൻ്റെ ദിവസം, മൂലം നക്ഷത്രം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതിന് പകരം അബാക്കിൽ പോയി അബാക്കിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും മൂലം നക്ഷത്രം തന്നെയാണ്. അപ്പോൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും, അത് ഏത് പ്രായക്കാരാകട്ടെ, ഏത് ദേശക്കാരാകട്ടെ, ഏത് ജാതി മതവ്യത്യാസം ഉണ്ടാകട്ടെ, അവർക്കെല്ലാം ഈ നവഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പഞ്ചഭൂതങ്ങൾ എല്ലാം അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് സ്വപ്നദർശനത്തെക്കുറിച്ചാണ്. എനിക്ക് ചെറിയതായിട്ട് ജലദോഷമുണ്ട് കേട്ടോ. അതൊന്നും ആരും നോക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ വരും, വന്ന പോലെ പോകും. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അപ്പോൾ ഇന്ന് ശനീശ്വരൻ്റെ ഇതായിട്ട് കുറേ അധികം പേര് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. കുറേ പേരുടെ കാക്ക ആദ്യമൊക്കെ എടുക്കുന്നില്ലായിരുന്നു, ഇപ്പോൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ വളരെ സന്തോഷം. അപ്പോൾ ഇതിൽ എൻ്റെ ചേച്ചിയും പറഞ്ഞു, അബാക് മീഡിയയിലും ഇതിലും ചെയ്യുന്നതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുഴുവിപ്പിക്കാണ്ട് നിർത്തിയിട്ടുണ്ട്. അത് മുഴുവിപ്പിക്കൂ, ഒന്നുകിൽ അതിൽ പറയും. അപ്പോൾ പറഞ്ഞാൽ പേടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കാണെങ്കിലും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ആ പറയാൻ പോയത് ഈ സ്വപ്നദർശനവുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. കണ്ണ് ചെറുതായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചം, ഇന്നലെ അബാക്കിൽ ചെയ്ത വീഡിയോ അവർ എടുത്ത സബ്ജക്റ്റും അത് തന്നെയായിരുന്നു, ഇൻഡ്യൂഷൻ. എല്ലാവരും കണ്ടു കാണുമല്ലോ, കുറേ അധികം പേര് കണ്ടു എന്ന് തോന്നുന്നത്. അപ്പോൾ ഈ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി, അല്ലെ പ്രപഞ്ചം, അല്ലെ ഈ പഞ്ചഭൂതങ്ങൾ, അല്ലെ ഈ ചരാചരങ്ങൾ നമ്മളോട് സംവദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴത്തേക്കും അതിനാണ് നിമിത്തം എന്ന് പറയുന്നത്. അത് ശബ്ദമായിട്ടാകാം, രൂപമായിട്ടാകാം, പല രീതിയിലാകാം. പ്രത്യക്ഷമോ പരോക്ഷമായിട്ടാകാം, സ്ഥൂലതലത്തിലോ സൂക്ഷ്മതലത്തിലോ ആകാം. അതിൽ സൂക്ഷ്മതലത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് സ്വപ്നദർശനം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇപ്പം മനഃശാസ്ത്രജ്ഞന്മാർ ഇത് അംഗീകരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും ശാസ്ത്രപ്രകാരം ഇത് തോന്നലുകളാകാം, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ തോന്നലുകൾ പലതും സംഭവ്യമാകുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഇന്നലെ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇന്നലെ എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകേണ്ടിയിരുന്നു. പിന്നെ അബാക്കിൽ രാവിലെ 10 മണിക്ക് എത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത്. സാധാരണ എൻ്റെ ഉപാസനയൊക്കെ കഴിഞ്ഞ് 9-9:30 ആകുമ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഒന്ന് പറയട്ടെ, പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചാൽ മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ കോള് നിർത്തുക കേട്ടോ. ചിലർ 3/4 മണിക്കൂറൊക്കെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് അവർക്ക് തന്നെ ചുമ വരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് ആ സമയത്ത് തന്നെ ഓരോ 10-15 മിനിറ്റിലും എനിക്ക് കോള് വരുന്നുണ്ട്. അപ്പോൾ ഈ വേറെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കോള് വരും. 2-3 പ്രാവശ്യം റിങ്ങിങ് കാണിക്കും, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ ഫോൺ എടുക്കും. അപ്പോൾ മെഡിറ്റേഷൻ ആണെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ ആണെന്ന് പറയും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകളിലായിരിക്കും. മെഡിറ്റേഷൻ ആണെന്ന് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ചിലർ മിസ് കോൾ കിട്ടുന്നുണ്ട്. ആ മിസ് കോളിനകത്ത് ഇവർ വാട്സാപ്പ് ഇടുന്നില്ല, ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ വിളിക്കുന്നവർ, ഓക്കെ, വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ പേര്, നക്ഷത്രം ഇതൊക്കെ ചോദിച്ചിട്ട് ഞാൻ സേവ് ചെയ്യും. ഇല്ലാത്ത പക്ഷം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, ഞാൻ ഇന്ന ആളാണ്, പ്രായം ഇത്രയും, എൻ്റെ നക്ഷത്രം ഇതാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലം ഇതാണെന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ സേവ് ചെയ്യും. സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കും ഞാൻ. അല്ലെങ്കിൽ എനിക്ക് സാഹചര്യം കിട്ടിയ ഞാൻ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കുറേ അധികം ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വപ്നദർശനം പറയുമ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരേ ഒരു ഘടകം മാത്രമാണ് യൂണിവേഴ്സുമായിട്ട് കണക്ട്. നമ്മുടെ ഈ ശരീരമല്ല, നമ്മുടെ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരമല്ല, മനസ്സെന്ന് പറയുന്ന ഘടകമാണ്. എല്ലാം മനസ്സിലുകളിൽ വരുന്ന തോന്നലുകളാണ്. അത് തോന്നലുകളാണോ, മായയാണോ, ഒറിജിനലാണോ എന്നെല്ലാം നമുക്ക് അനുഭവങ്ങളിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ അമ്മ മരണപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ കണ്ട ഒരു ദൃശ്യം, അത് എന്താണ്, മറ്റ് മരണപ്പെട്ടവരുമായിട്ട് അമ്മ നടത്തുന്ന ചില കാര്യങ്ങളായിരുന്നു. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ഒരു പന്തിയിലിരുന്ന എൻ്റെ അമ്മൂമ്മ, പിന്നെ അപ്പൂപ്പൻ്റെ പെങ്ങളുണ്ടായിരുന്നു ശാരദ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മൂമ്മയുടെ പേരും ശാരദയാണ്. ആ അപ്പച്ചി അച്ഛൻ്റെ അപ്പച്ചിയാണ്, പക്ഷെ ഞങ്ങളുടെ അടുത്തായിരുന്നു. അവർ രണ്ടുപേര്, പിന്നെ അപ്പൂപ്പൻ, ഇവരുടെ കൂടെ എൻ്റെ അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത്.
അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വശപ്പശകാണ്. ഇത് സ്വപ്നമാണ്. രാവിലെ 3:30-4 മണിക്ക് സ്വപ്നമാണ്. പിന്നെ ഉറക്കം വീഴുന്നില്ല. ആ സമയത്ത് കവരത്തിയിലാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പറഞ്ഞില്ല, കവരത്തിയിലെ ബിജു എന്ന് പറയുന്ന ആളുണ്ട്. ഇപ്പോൾ നാട്ടിലായിരുന്നു, ഇപ്പോൾ തിരിച്ച് കവരത്തിൽ പോയി. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ബിജു പി ഭാസ്കർ. അപ്പോൾ ആ ബിജുവിനെ വിളിച്ച് ചോദിച്ചു. ബിജുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇന്ന് കപ്പലില്ല, പക്ഷേ ഇന്ന് കടമത്തേക്ക് വരുന്ന കപ്പൽ ഒരെണ്ണം ഡൈവേർട്ട് ചെയ്യുന്നു കേൾക്കുന്നു, കവരത്തി വന്ന് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അവിടെ പോയി, പോർട്ടിൽ പോയി ചോദിച്ചപ്പോൾ കപ്പലുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും, ഞാനും വൈഫും കുട്ടികളുടെയും ടിക്കറ്റ് എടുത്തു. അതായത് കൊണ്ട് അമ്മ പിന്നെ ഒരാഴ്ചയോളം നിന്നുള്ളൂ. അമ്മയെ ജീവനോടെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റി അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മേനെ ചേർത്ത് നിർത്തി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അമ്മയുടെ സമയം മോശമാണെന്ന് എല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് നാട്ടിൽ നിർത്തിയത്. സഹോദരിക്കൊരു ആവശ്യവും വന്ന് അതുകൊണ്ട് ആ നാട്ടിൽ നിർത്തി. അമ്മയ്ക്ക് മനസ്സില്ലാ മനസ്സോടെയായിരുന്നു. കാര്യം കുട്ടികളെ വിട്ടു നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അമ്മ കവരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചികിത്സയ്ക്ക്, കാര്യം അമ്മയ്ക്ക് ആ ഒരു വർഷം ക്രിട്ടിക്കലാണെന്ന് അറിയായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസക്കുറവ്. എന്ത് ചെയ്യണമെന്നറിയാം, ആത്മവിശ്വാസക്കുറവ്. കാര്യം ഇതിനു മുമ്പ് അമ്മുമ്മയുടെ കാര്യത്തിലും അപ്പൂപ്പൻ്റെ കാര്യത്തിലും സമയം മോശമാണെന്ന്, അപ്പൂപ്പനല്ല, എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലും സമയം മോശമാണെന്നറിയായിരുന്നു. അതിന് പ്രതിവിധി ചെയ്യാനായിട്ട്, അത് പുരോഹിതന്മാരെ വിളിച്ചാണ് പ്രതിവിധി ചെയ്യാനായിട്ട്. അമ്മുമ്മയുടെ കാര്യത്തിൽ ചെയ്യാൻ തീരുമാനിച്ചത് ആ സമയത്ത് ഞങ്ങൾക്ക് കൊലയോ വാലായ്മയോ മറ്റോ വന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റുകയില്ല, നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. അച്ഛൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ വന്നു, മനസ്സിലായോ? അപ്പോൾ അത് നടന്നില്ല. ആ പർട്ടിക്കുലർ ആ നക്ഷത്ര ദിവസം അത് നടന്നില്ല. അച്ഛൻ മിഥുനമാസത്തിലെ ചിത്തിരയായിരുന്നു, അമ്മൂമ്മ അനിഴം നക്ഷത്രമായിരുന്നു. ഏത് മാസം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നടക്കാതെ തന്നെ ലക്ഷണം ഇതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരോടും ഒന്നും നമുക്ക് സങ്കല്പശക്തി വെച്ച് കുറേ അധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരാണോ ആവശ്യക്കാർ അവർക്ക് വിശ്വാസവും വേണം എന്നുള്ളൊരു ഘടകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്വപ്ന ദർശനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചത്, ഞാനിങ്ങനെ ക്ഷേത്രത്തിൻ്റെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞവർ, അപ്പോൾ ഞാൻ അങ്ങനെ ജനറൽ ആയിട്ടുള്ളത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടത് അഴകിയകാവ് ക്ഷേത്രമാണ്, പള്ളൂരത്തിൽ. ഈ കണ്ടത് കൊച്ചിയിലുള്ളവരാണ്, പക്ഷേ അവർ ആ ക്ഷേത്രം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവർ അന്വേഷിച്ച് പോയിട്ട് അഴകിയകാവിൽ പോയി ഇന്നലെ പോയി തൊഴുതു എന്നും പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ തിരുമേനി, ബ്രഹ്മശ്രീ കൃഷ്ണൻപ്രാന്തരി തിരുമേനി, എൻ്റെ ഗുരുവിൻ്റെ കൊച്ചുമോളുണ്ട്, ശ്രീമതി ദീപ ശ്രീധരൻ പോറ്റി, തൃപ്പൂണിത്തുറയിലാണുള്ളത്. അപ്പോൾ ദീപയുടെ ഹസ്ബൻഡാണ് അവിടെ മേൽശാന്തി എന്ന് പറഞ്ഞ് ദീപയും കമൻറ്റ് ഇട്ടു. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് കണക്റ്റ് ആകുന്നു എന്ന് നോക്ക്. കാര്യം ദീപയുടെ കല്യാണം നടക്കുമ്പോഴൊക്കെ തിരുമേനിയുണ്ട്, തിരുമേനി മുൻകൈ എടുത്താണ് അത് നടന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ എനർജി കണക്റ്റ് ആവുന്നു എന്ന് നോക്കും. അപ്പോൾ ആ പറഞ്ഞ ആള് എൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവരവിടെ പോയിട്ട് ആ ഫോട്ടോ, ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ ഇട്ട് അവർ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നതാണ് ഇന്നലെ. അപ്പോൾ ഈ അപ്പോൾ അവർക്ക് നേരത്തെ അത് ഇങ്ങനെ സ്വപ്നം വന്നു. അതോടൊപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്ന ദർശനം ചില ക്ഷേത്രങ്ങളുടെ കിട്ടി, ചിലത് ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ജന്മത്തിലെയോ എന്തെങ്കിലും ബന്ധമാണത്. അവിടെയായിട്ട് എന്തെങ്കിലും ഒരു ക്രയവിക്രയ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പം നമ്മളൊരു ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ പറയും, നിങ്ങൾ ആ ഓഫീസിൽ ചെന്നിട്ട് ഒരു ഇത് കൊണ്ടുവരും എന്ന് പറയും. ഇപ്പം ഞാൻ പറയും, എൻ്റെ ഞാൻ പറയും, ഈ സുമിത്ര എന്ന് പറഞ്ഞില്ല, ശ്രീമതി സുമിത്ര എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്തില്ല ESP. അവരുടെ മരുമകളുണ്ട് ശ്രീമതി ആതിരയുടെ ഫാദർ മരിച്ചു. അപ്പോൾ എവിടെ യാത്രയുടെ ഇടയ്ക്കാണ് മരിച്ചത്. അപ്പോൾ ആ മരിക്കുമ്പോഴത്തേക്കും ഈ ആൾ ആരാണെന്നറിയില്ല, വേറെ അബൌട്ട്സ് അറിയാത്തത് കൊണ്ട് ഒരു അജ്ഞാത മൃതദേഹം എന്നാണ് നോട്ട് ചെയ്യണത്. അപ്പോൾ ഇതൊരു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഇവർ ഈ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് വേറൊരു ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ പോകണം. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുള്ള സ്ഥലം, അവരുള്ള സ്ഥലം ചേന്നമംഗലം, അവിടുത്തെ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ഇദ്ദേഹം മരിക്കണ സമയത്ത് നിങ്ങളുടെ അച്ഛനായിരുന്നു, നിങ്ങളുടെ അച്ഛനാണ് ഇന്നേ ദിവസം മരിച്ച ആളെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മനസ്സിലായി? ആ ഓഫീസിൽ. അതുപോലെ ചില ക്രയവിക്രയങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഏതോ പണ്ടത്തെ കാലത്തിന്റെ കാര്യങ്ങൾ ക്ലിയറൻസിന് ചില ക്രയവിക്രയങ്ങൾ ആവശ്യമുണ്ട്, കംപ്ലീഷൻ ആവശ്യമുണ്ട്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ എന്തെന്ന് പറയാം. അതിലാണ് ഇങ്ങനത്തെ സൂചനകൾ വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് പോയി തൊഴുതു, അപ്പോൾ നാളെ രാവിലെ തന്നെ എല്ലാ മാറ്റങ്ങളൊന്നും ആരും വിചാരിക്കാതെ കാർമിക്കിലെ ഒരു സ്റ്റെപ്പ് അവിടെ മാറി. മനസ്സിലായി? അങ്ങനെയാണ് ഈ സ്വപ്ന ദർശനങ്ങൾ വരുന്നത്. പിന്നെ കുറേ പേര് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് അതിൽ കിട്ടുന്ന ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വപ്ന ദർശനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, 90%, 90 അല്ല 100 എന്ന് പറയാം, പലതും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സൂചനകളാണ്.
ഇപ്പോൾ വളവ് തിരിവ് അപകട മേഖല എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ ഒരു ബോർഡ് വെച്ചാൽ അവിടെ വളവും തിരിവുണ്ട്, നിങ്ങളും അവിടെ പോയി അപകടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലല്ലോ ബോർഡ് വെക്കണത്. അവിടെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു പോകണമെന്ന് വെച്ചാണ്. അപ്പോൾ ഏതെങ്കിലും നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നമോ ചിന്തകളോ വന്നാൽ അതൊരു സൂചനകളായിട്ട് എടുക്കണം അല്ലോ. അല്ലാണ്ട് അവിടെ ചെന്ന് ഞാൻ അവിടെ ഇതുണ്ട് അവിടെ അപകടം നടക്കുമെന്ന് വിചാരിക്കുകയല്ലോ ആരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ ആചാര്യന്മാരോടോ ഗുരുക്കന്മാരോടോ പറഞ്ഞ് അതിനെന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ചെയ്യണം. പക്ഷെ ഇതിനൊക്കെ ഉടനെ അമ്പലങ്ങളിൽ ചെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അപ്പൊ അതിനെതിരെ ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു എന്നാൽ ഒരു ശത്രു സംഹാരം, ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളതല്ല, അത് കുറേ ടൈം പിടിക്കും. അപ്പൊ അതിനൊക്കെ ലളിതമായിട്ട് നമ്മളിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടേതായ ആചാര്യന്മാരോട് സംസാരിച്ചിട്ട് അവരോട് അവരുടെ ഗൈഡൻസ് വാങ്ങിക്കുക. ഒരു കാര്യത്തിനും ഞാൻ ഒന്ന് മാത്രമേ പറയുന്നു, ഒന്നിനും സാമ്പത്തികം ഒരു അടിസ്ഥാനമാകരുത്. എനിക്കതാണ് ഈ പല കാര്യത്തിലും എനിക്ക് മാനസികമായിട്ടുള്ള എല്ലാത്തിലും സാമ്പത്തികം ഓരോരുത്തരുടെയും ഓരോ അവസ്ഥാന്തരങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിനും സാമ്പത്തികം ഒരേ രീതിയിൽ അടിസ്ഥാനമാകുന്നു. അതാണ് ഒരു വിഷമം. അതാണ് ഇപ്പോൾ ചിലർ എനിക്ക് ദക്ഷിണ അയക്കുമ്പോൾ തന്നെ അവരുടെ അപൂർവമാണ് അയക്കണം, അപ്പോഴേ ഞാൻ പറയും നിങ്ങൾ അയക്കണത് തന്നെ ഇതെന്തിനാ ഇത്ര അയക്കണമെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ സന്തോഷത്തോടെ അയക്കുന്നതാണ്. എന്നാലും നമുക്ക് തന്നെ തോന്നും ദൈവം എന്തിനാണ് ഇവർ ഇത്രയും, നമ്മളൊരു കാശ് പ്രതീക്ഷിച്ചല്ലേ ഇത് ചെയ്യണത്. പക്ഷെ ചില ബ്ലെസ്സിങ്ങിൽ ഇതൊക്കെ ദക്ഷിണ എന്തെങ്കിലും ഇടാൻ പറയും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം പലരും പറയുന്നുണ്ട് കാണണം ഇതാണെന്ന്. ഇന്നലെ തന്നെ ഞാൻ എടപ്പള്ളി അമൃതയിൽ അവിടെ ഒരു സ്കാനിങ്ങിന് വന്ന ഒരു ചേച്ചി, പാലക്കാട്ടുള്ളൊരു ചേച്ചി വിളിച്ചിട്ട് അവിടെ വരണം, പാലക്കാട്ടേക്ക് വരണം, ഞാൻ വന്നു പോകാനുള്ള വണ്ടിക്കൂലി ചെലവ് തരാമെന്ന് പറഞ്ഞു, വരണമെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചിക്ക് പെട്ടെന്ന് അമൃതയിൽ ഒരു സ്കാനിങ്ങിന് വരേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി കണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ചേച്ചിയോട് സംസാരിച്ച്. അതിൻ്റെ ഇടയ്ക്കും ഫോൺ വന്നു എനിക്ക്. അപ്പോൾ ഫോൺ വരുമ്പോൾ കഴിയാവുന്ന എടുക്കും. ചിലർ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കാറുണ്ട് പറ്റുമെങ്കിൽ. പിന്നെ ഞാൻ ഇറങ്ങി, ഞാൻ പറഞ്ഞു പിന്നെ കാണാൻ ചേച്ചി, ഞാൻ പാലക്കാട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പലയിടത്തും ആൾക്കാർ, ഇപ്പോൾ കോഴിക്കോടുള്ളവർ, ഇതുള്ളവർ, തിരുവനന്തപുരം, കൊല്ലം, പല ആൾക്കാരും ഓരോ സ്ഥലത്തും 4, 5, 6 ആൾക്കാരുണ്ട്. അവരുടെ ജെന്യൂനായിട്ടുള്ള കാര്യമാണ് കാണണമെന്ന്. പക്ഷേ എല്ലായിടത്തും പോയി കോർഡിനേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ആകെ ഈ ഒരു ഫോണും വെച്ച് 2 ഫോണുണ്ട്. ഇപ്പോൾ ഒരു ഫോൺ ഞാൻ നോക്കുന്നേ ഇല്ല, ഈ ഒരു ഫോണേ ഉള്ളൂ. 9446218801 എന്നുള്ള ഫോൺ നോക്കാനേ എനിക്ക് സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ മാത്രം മെസ്സേജുകൾ ഇതിടുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, ഞാൻ ഫ്രീ ആണെങ്കിൽ ഫോൺ എടുക്കാം കേട്ടോ, അത് മാത്രം പറയുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ വരികയാണെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഒരു കാരണവശാലും അത് ആൾക്കാരുടെ അടുത്ത് കാശ് പിരിക്കാനുള്ളൊരു സംവിധാനം ആക്കരുത്. അതും ഞാൻ പറയുന്നത്. എനിക്ക് വന്നു പോകാനും അവിടെ എന്തെങ്കിലും ഒരു റൂം എടുക്കണേ അതിനുള്ള ചിലവ് എൻ്റെ പെൻഷനിൽ നിന്ന് അത് ചിലവാക്കാൻ പറ്റുകയല്ല. അതിന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇതൊരു വഴി കിട്ടി എന്നാൽ ഇതൊരു വരുമാന മാർഗമാക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ശനീശ്വരൻ്റെ ഇതാണ്. ശനീശ്വരൻ കാർമിക് എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് കാർമിക് എഫക്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ ശനീശ്വരൻ നടത്തും. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് ഇത് ചെയ്യുക, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം അങ്ങനെ ആരെങ്കിലും ഓരോ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഷൊർണൂർ എനിക്ക് പോകേണ്ട ആവശ്യം വരും. അവിടെ ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ ഒരു ദിവസത്തേക്ക് പോകും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാണാം, അത് ചെയ്യാം, അത് ഞാൻ അറിയിച്ചോളാം കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും ഇങ്ങനെ ജെന്യൂനായിട്ടുള്ള കേസുകൾ കാണാമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇത് ഗ്രൂപ്പൊക്കെ തുടങ്ങണമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പൊക്കെ തുടങ്ങുമ്പോൾ അനാവശ്യമായ ചർച്ചകൾ വരും, മനസ്സിലായത്? കുറേ കാര്യങ്ങൾ അറിയാം, അനാവശ്യമായ ചർച്ചകൾ വരും. അത് പിന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി മാറും. ഇപ്പോൾ ബാക്ക് ഇതിൽ തന്നെ പല പ്രാവശ്യം രോഗി സാർ പല പ്രാവശ്യം പറയുന്നു ഇങ്ങനെയാണ് അഡ്മിനുള്ളി ആക്കേണ്ടി വരും, അഡ്മിനുള്ളി ആക്കേണ്ടി വരും. മനസ്സിലായി? ഒരു കാര്യം നോക്കാം, നമ്മുടെ എല്ലാം അറിവ് എന്നിൽ മാത്രം പരിമിതമാണ്. ആ ജ്ഞാനം അത് ബാക്കിയുള്ളവർക്ക് ശരിയാകണമെന്നില്ല. ഞാൻ അതാ പറയണത്, എൻ്റെ മാത്രം ശരികളാണിത്. ബാക്കിയുള്ള ആർക്കും അത് ശരികളാകണമെന്നില്ല. കാര്യം ഓരോരുത്തർക്കും ഓരോ മനസ്സ്, ഓരോ ഈശ്വര ചൈതന്യങ്ങളാണ്. ഓരോ കാർമ്മികവും കൊണ്ടാണ് ഓരോരുത്തർ ജന്മം എടുക്കുന്നത്. ഈ കാർമ്മികം എപ്പോൾ തീരുന്നോ അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടും. നമ്മുടെ ഈ ജീവൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. അറിഞ്ഞോ അറിയാതെയോ പുറത്തു പോകും നമ്മുടെ കാർമ്മികം തീരും. അതാണ് സത്യം. അപ്പം ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് 4 കൊമ്പ് എനിക്ക് തോന്നിയ പോലെ കൊമ്പെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. പക്ഷേ ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് മദ്രാസിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് പറയുക, അത് കോർഡിനേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ. ഇത് നമ്പറുകൾ മിസ്യൂസ് ചെയ്യുകയല്ല. നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത് MLM ഒക്കെയാണ്. അതിനുവേണ്ടി ഇത് മിസ്യൂസ് ചെയ്യില്ല എന്നുള്ള ഉറപ്പും വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്.
എന്നെ ബന്ധപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.25 മണിക്കൂറൊക്കെ സംസാരിക്കും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ കാര്യം? ആൾക്കാരുടെ ആ സങ്കടം ആരെങ്കിലും ഒന്ന് കേട്ടാൽ തന്നെ അവരുടെ മനസ്സ് ശുദ്ധമാകും. ആ രീതിയിലാണ് അവസ്ഥകൾ. മനസ്സിലായി? ആർക്കും ആരുടെയും കേൾക്കാൻ സമയമില്ല. എല്ലാവർക്കും ഇതാണ്. എനിക്കും സമയമുണ്ടോ? ഞാൻ ഇത് തന്നെ കേട്ടുകൊണ്ട് ഇതാണോ? പക്ഷേ ഞാനെങ്കിലും കേൾക്കണ്ടേ? റിട്ടയർമെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, പെൻഷൻ തന്ന് യൂണിവേഴ്സിറ്റിക്ക്, നീയെങ്കിലും അവരുടെ കേട്ടിട്ടൊന്ന് മൂള്, അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുക. അതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇന്നലെ തന്നെ വൈഫ് പറഞ്ഞു, മോനെ എന്ന് വിളിക്കും, ബോംബെയിലുള്ള മോനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ അവൻ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാൻ സാധിച്ചില്ല. എൻ്റെ അടുത്ത ബന്ധുക്കളോട് പോലും എനിക്ക് സംസാരിക്കാൻ, എന്നാ നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കാം, ശരിയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവർ വിളിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. അതാണ് കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസന, അതുപോലെ ഇന്ന് ശനീശ്വര വ്രതത്തിൻ്റെ പുണ്യം എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സ്, പൂർണ്ണ ആരോഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭിഷ്ടമെല്ലാം നടക്കണമെന്നും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, നല്ല ജോലി, നല്ല ജീവിത പങ്കാളി എല്ലാം ലഭിക്കുവാനും, അതുപോലെ എല്ലാവർക്കും ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും എല്ലാം ചുമ വരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുന്നു, ക്ഷമിക്കുക. എല്ലാ നന്മകളും എല്ലാവർക്കും വരുവാനായിട്ടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.